അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ഒരു സ്വതന്ത്രനായി തുടങ്ങി പിന്നീട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് ഒടുവിൽ അവരുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം വഴി തേടുന്ന അൻവറിന്റെ യാത്ര അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ വഴികളിലൂടെ ആയിരുന്നില്ല. ബിസിനസ് രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധവും വികസന വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിന് ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിക്കൊടുത്തു. കാലക്രമേണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അൻവർ കൂടുതൽ അടുത്തു. 2016 നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ശക്തമായ കോൺഗ്രസ് കോട്ടയായ നിലമ്പൂരിൽ നിന്നും PV അൻവർ നേടിയ വിജയം ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. ഈ വിജയം അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായി കൂടുതൽ അടുപ്പം നൽകുകയും പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ടൈമിൽ അദ്ദേഹം LDFന്റെ ഭാഗമായി നിയമസഭയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് വനം ഖനന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അദ്ദേഹത്തെ LDFൽ നിന്നും അകറ്റി. LDFുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി അദ്ദേഹം ചുമതലയേറ്റു. ഇത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് കാര്യമായ വേരോട്ടമില്ല. എന്നാൽ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് തനിക്ക് കൂടുതൽ രാഷ്ട്രീയ സാധ്യതകൾ നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരിക്കാം. എങ്കിലും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കാതെ വന്നത് അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായി. ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ 19,760 വോട്ടുകൾ ശ്രദ്ധേയമാണ്. ഇത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്നുമുണ്ട്. LDF വിട്ടതിനു ശേഷം UDFുമായി സഹകരിക്കാൻ അൻവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ UDFനെ പിന്തുണയ്ക്കുമെന്നും നിലമ്പൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു. എന്നാൽ അൻവറിന്റെ UDF പ്രവേശനത്തിന് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അടക്കമുള്ള പ്രധാന നേതാക്കൾ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കുന്നതിനെ ശക്തമായി എതിർത്തു. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളും മുൻകാല നിലപാടുകളും കോൺഗ്രസിന് ദോഷകരമാകുമെന്ന വിലയിരുത്തലായിരുന്നു ഇതിന് കാരണം. അതേസമയം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ അൻവറിന് ലഭിച്ച വോട്ടുകളെ ഗൗരവമായി കാണുകയും UDFന്റെ അടിത്തറ വികസിപ്പിക്കുന്നതിന് അദ്ദേഹത്തെ പോലുള്ളവരെ ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാനാണ് ഈ മുന്നണി ലക്ഷ്യമിടുന്നത്. ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ എത്രത്തോളം വിജയിക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയണം. അതേസമയം വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലും ഫോൺ ചോർത്തൽ ആരോപണങ്ങളിലും PV അൻവർ നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ കേസുകളിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കേസെടുക്കാത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നിയമപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നുണ്ട്. ചുരുക്കത്തിൽ PV അൻവർ ഇപ്പോൾ ഒരു സ്വതന്ത്ര പാതയിലാണ്. ഒരു പ്രധാന മുന്നണിയുടെയും ഭാഗമല്ലാതെ സ്വന്തമായി ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഈ നീക്കങ്ങളുടെ വിജയത്തെയും പുതിയ മുന്നണിയുടെ പ്രകടനത്തെയും നിയമപരമായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ ഒരു അപ്രതീക്ഷിത ശക്തിയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമോ, അതോ ഒരു ഒഴുക്കിൽപ്പെട്ട വെറും ഇലയായി മാറുമോ എന്ന് കണ്ടറിയാം.